Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولهن مثل الذي عليهن بالمعروف ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة وللرجال عليهن درجة والله عزيز حكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ ജീവിതത്തിൽ ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചത് മുത്തഖികൾക്ക് വേണ്ടിയാണ് എന്നത് നമ്മൾ മറക്കാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ച പ്രധാനപ്പെട്ട ജീവിത സംവിധാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടുംബം എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ പലർക്കും കുടുംബം എന്നത് സമാധാനത്തിൻ്റെ കേന്ദ്രമാകുന്നതിന് പകരം അസ്വസ്ഥതകളുടെയും അസമാധാനത്തിൻ്റെയും നെരിപ്പോടുകളായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനാണോ തെറ്റുപറ്റിയത്, അതല്ല നമുക്കാണോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിക്കുന്ന ഏതൊരു കാര്യവും അത് മനുഷ്യന് ഏറ്റവും ഗുണകരമായതാണ്. തെറ്റുപറ്റിയത് ആ കുടുംബത്തെ ഏത് രൂപത്തിലാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നിടത്ത് മനുഷ്യർക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത് ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു പുരുഷൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ആ കുടുംബത്തിൻ്റെ മേൽനോട്ടവും ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും ആ കുടുംബത്തിൻ്റെ മേലാധികാരവും ഏതവസ്ഥയിലും എങ്ങനെയും പുരുഷൻ്റേതായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതെങ്കിലും കാരണത്താൽ അതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അത് നമ്മുടെ വീടകങ്ങൾ അസ്വസ്ഥമാക്കും എന്നുകൂടി നമ്മളൊക്കെ തിരിച്ചറിയണം. പലപ്പോഴും പല കാരണങ്ങളാൽ
പുരുഷൻ ആ മേലാധികാരം ഉപേക്ഷിക്കുകയോ അതവന് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ആ വീട് മുഴുവനുമായിരിക്കും. പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വർത്തമാനങ്ങളിൽ ഒന്ന്, പുരുഷൻ പ്രായമാകുമ്പോൾ വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നതാണ്. പുറന്തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ആട്ടിയിറക്കുക എന്നല്ല. വീട്ടിലെ തീരുമാനങ്ങളിൽ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ, വീട്ടിലെ സംസാരങ്ങളിലൊന്നും ആ പുരുഷൻ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥ. ഒരു പുരുഷനെ സംബന്ധിച്ച് ഈ ലോകത്ത് അവന് കിട്ടേണ്ടത്, ഏറ്റവും അധികം കിട്ടേണ്ടത്, അവൻ ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. ആ പരിഗണന കൂടുതൽ കിട്ടേണ്ട തൻ്റെ വീടകങ്ങളിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ ആ പുരുഷൻ ഒറ്റപ്പെട്ടവനായി അവന് തോന്നും. ഈ ഒറ്റപ്പെടൽ ഇന്ന് വലിയ തോതിലാണ് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെ സ്വാധീനമുള്ളവർ പോലും വീടുകളിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എത്തിപ്പെടുന്ന ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഇതുണ്ടാവാതിരിക്കാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുരുഷൻ അവൻ്റെ വീടുകളിൽ പുരുഷനായി തന്നെ ജീവിക്കേണ്ടതുണ്ട്. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യേണ്ടതുണ്ട്. അവൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവൻ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അവൻ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളിൽ അവൻ തന്നെ മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. തൻ്റെ കുടുംബം ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നഷ്ടവും വീഴ്ചയും എൻ്റെ കുടുംബത്തിന് ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ ആ പുരുഷന് നല്ല നിർബന്ധം ഉണ്ടാവണം. ഭാര്യ മോശമാണ്, ഓൾ അങ്ങനെ ആയിക്കോട്ടെ, മക്കള് മോശമാണ്, ഓൾ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തന്നെ അള്ളാഹു ഒരു അമാനത്തായി ഏൽപ്പിച്ച തൻ്റെ കുടുംബത്തെ നഷ്ടത്തിലേക്കോ നരകത്തിലേക്കോ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഒരു പുരുഷന് അനുവാദമില്ല. അതുകൊണ്ടാണ് അള്ളാഹു താല പുരുഷനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വലിർരിജാലി അലൈഹിന്ന ദറജ, അവരെക്കാൾ അഥവാ വീടകങ്ങളിലെ സ്ത്രീകളെക്കാൾ പുരുഷൻ അള്ളാഹു ഒരു ദറജ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിനാണ്. ചില കാര്യങ്ങളിൽ ഒരേ അധികാരമുള്ള രണ്ടാളുകൾ ഒരിടത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും. അത്തരം രംഗങ്ങളിൽ ഒരാൾക്ക് മേലാധികാരം ഉണ്ടാവണം. നോ പറയാൻ, യെസ് പറയാൻ, അത് വേണ്ട എന്ന് പറയാൻ, അത് പാടില്ല എന്ന് പറയാൻ അധികാരമുള്ള ഒരാൾ കുടുംബത്തിൽ ഉണ്ടാവണം. ആ അധികാരം പുരുഷനെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്. പക്ഷെ പല വീടുകളിലും പുരുഷൻ നിശബ്ദരാവുകയാണ്. പുരുഷന്മാർ മാത്രം സംസാരിക്കുന്ന വീടിന്റെ മുൻപ് ഭാഗത്ത് നിന്ന് പോലും അടുക്കളയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾക്കാണ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ വേണ്ടെങ്കിൽ വേണ്ട തല താത്തി നിൽക്കുന്ന പുരുഷന്മാരെയാ പലയിടത്തും കാണുന്നത്. തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ പോലും അടുക്കളയിലെ ഒരൊറ്റ പദങ്ങളിൽ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ, അത് വേണ്ടാത്തതാണെങ്കിൽ അത് വേണ്ടെന്ന് തീരുമാനിക്കാൻ ആ അധികാരമാണ് മൂക്കിന് താഴെ മുളച്ച മീശയുടെ കൂടെയൊക്കെ അള്ളാഹു ഈ പുരുഷന് കൊടുത്തത്. അത് അവൻ കൈകാര്യം ചെയ്യാൻ, അതിപ്പോ നമ്മളത് ഏറ്റെടുത്ത പണിയാണ്, അത് ഓലങ്ങട്ട് ഏൽപ്പിച്ചാൽ ഓല് കൊണ്ടുവന്നോളും എന്ന് കരുതി അത് വീടിന്റെ അടുക്കളയിലേക്ക് മാറ്റുമ്പോൾ ആ വീടുകളിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഈ അടുത്ത ദിവസം ഈ ദഅവത്ത് നടത്തുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു വിഷയം വന്നത്, അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് എന്താ അറിയോ? വീടകങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. പീഡനം എന്ന് പറഞ്ഞാൽ അടിക്കേ ചവിട്ടേ കുത്തേ പട്ടിണിക്കിടെ ഒന്നുമല്ല. ഒരു പുരുഷന് നൽകേണ്ട, ഒരു വീട്ടിൽ നിന്ന് കിട്ടേണ്ട അധികാരങ്ങളും പരിഗണനയും അവകാശങ്ങളും കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. ഒറ്റപ്പെട്ടു പോകും ആളുകൾ. പുറത്തേക്കിറങ്ങിയാൽ പ്രായം അവരെ ഒന്നുകൂടി ഒറ്റപ്പെടുത്തും. കൂട്ടുകാരില്ല, തോളിൽ പിടിച്ച് നടക്കാൻ ആളില്ല, എവിടെയെങ്കിലും പോയി ഒന്ന് വട്ടമിട്ടിരുന്ന് സംസാരിക്കാൻ ആ കൂട്ടായ്മകളില്ല. ഒറ്റപ്പെട്ടു പോകുന്നവർ. പിന്നെ മാനസികമായ സംഘർഷങ്ങളും പിന്നെ ഒരുപാട് മാനസിക അസ്വസ്ഥതകളും ഒക്കെയായി ഒരുപാട് രോഗങ്ങൾക്ക് പിന്നാലെ ആ ജീവിതം അങ്ങനെ നമ്മളൊക്കെ കണ്ടില്ലേ. ചില സ്ഥലത്തൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി ജീവിച്ചിരുന്ന ചില ആളുകൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ വിഷമിക്കാറില്ലേ?
പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവനവന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടേണ്ട ഒരു വിരൽ തന്നെയാണ്. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ അനുഷ്ഠിക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു വീട്ടിലെ ഭാര്യ ആരായിരിക്കണം. വീട്ടിലെ ഭാര്യയോട് ഭർത്താവ് ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എത്ര ഏക മനസ്സോടുകൂടി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവോ, ഏത് പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് വന്നടിച്ചാലും അവരുടെ ജീവിതം സ്വസ്ഥമായിരിക്കും. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, പ്രായമായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്, അത് താങ്ങാനുള്ള ശാരീരിക ശേഷി നമുക്ക് കുറഞ്ഞു വരും. ശാരീരിക ശേഷി മാത്രമല്ല, മാനസിക ശേഷിയും കുറഞ്ഞു വരും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഒരു ക്ലൈമാക്സ് മാത്രം ബാക്കി ഉണ്ടാവുക. അവിടെ പണ്ടത്തെ പോലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനോ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനോ, നെഞ്ചു വിരിച്ച് നിൽക്കാനോ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. വലിച്ചാൽ കിട്ടാത്ത ശ്വാസവും വിറക്കുന്ന കൈകളും മറക്കുന്ന ബുദ്ധിയും ഒക്കെ ആയിട്ട് ജീവിതത്തിന്റെ ഒരു പിന്നാമ്പുറത്തേക്ക് മാറ്റപ്പെടുമെന്ന് നമ്മൾ എല്ലാവരും ഓർത്തു വെക്കണം. ആ സമയത്ത് ഒരു പുരുഷനെ ഏറ്റെടുക്കാൻ ഈ ലോകത്ത് അവൻ നിയമപ്രകാരം വിവാഹം ചെയ്ത അവന്റെ ഭാര്യ അവന്റെ കൂടെ ഉണ്ടാവണം. ആ രൂപത്തിലാവണം പുരുഷൻ തന്റെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടി ഭാര്യയെ ചീത്ത പറയുന്നവൾ, സഹോദരിമാർക്ക് വേണ്ടി ഭാര്യയെ ചീത്ത പറയുന്നവർ, നാട്ടുകാർക്ക് വേണ്ടി ഭാര്യയെ ചീത്ത പറയുന്നവർ. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് നന്നായിട്ട് 2 പ്രാവശ്യം ഛർദ്ദിച്ച് ഒരു 4 പ്രാവശ്യം വയറ്റുന്നു പോയാൽ ഒന്ന് താങ്ങി നിർത്തി ഒന്ന് ശുദ്ധിയാക്കാൻ ഇവരല്ലാതെ അനുവദിക്കപ്പെട്ട ആരാ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുക? അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും അവൻ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഞാൻ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്ന എൻ്റെ ഇണ, മീസാക്കൻ വലിയൻ എന്നാണ് വിവാഹം എന്ന പദത്തിന് അള്ളാഹു നൽകുന്ന നിർവചനം. എന്താ മീസാക്കൻ വലിയ കാര്യങ്ങള്? വേർപ്പെടുത്താനാവാത്ത ഒരു ബന്ധമാണത്. വേർപ്പെടുത്താനാവാത്ത നൂലിഴകൾ കൊണ്ട് ചേർത്തുണ്ടാക്കിയ ഒരു ബന്ധമാണത്. അത് മരിക്കുന്നത് വരെയല്ല, നാളെ മരണത്തിന് ശേഷവും കൂടെ ഉണ്ടാവേണ്ട ഒരു ബന്ധം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, ഈ ലോകത്ത് എൻ്റെ ഏറ്റവും മനോഹരമായ പെരുമാറ്റവും സ്വഭാവവും അത് കിട്ടേണ്ടത് എൻ്റെ ഭാര്യക്കാണ്. അതിൻ്റെ അവകാശി അവളാണ്. അവളെ പറ്റിയാണ് ഞാൻ ഏറ്റവും നല്ല പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവളെ പറ്റിയാണ് പറയേണ്ടത്. ഏറ്റവും നല്ല ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ ഞാൻ അവളെയാണ് ഓർക്കേണ്ടത്. കാരണം എൻ്റെ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല മനോഹാരിത അവൾക്കാണ് കിട്ടേണ്ടത് എന്നർത്ഥം. അപ്പൊ പുരുഷൻ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, ഭാര്യയെ മോശമായിട്ട്, അവൾ എനിക്കൊരു ഭാരാണ്, എനിക്കൊരു ശാപാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് പദങ്ങൾ. ചിലപ്പോ മറ്റൊരു കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, എന്തായിരുന്നാലും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വന്തം ഭാര്യയോടുള്ള സമീപനം അത് ഏറ്റവും മനോഹരമായിരിക്കണം. ആ മനോഹരമായി തന്നോട് പെരുമാറുന്ന ഭർത്താവിനോട് ആ വീട്ടിലെ നായികയായ, ആ വീടിന്റെ ഭരണാധികാരിയായി അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ത്രീയുടെ പെരുമാറ്റം എങ്ങനെയാവണം? ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പുരുഷന്മാരുടെ ഒറ്റപ്പെടലുകൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ പുരുഷന്റെ ഭാര്യയുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയാണ്. മക്കൾക്കിടയിലോ മരുമക്കൾക്കിടയിലോ കുടുംബത്തിനിടയിലോ തനിക്ക് തൻ്റെതായ സ്ഥാനവും അധികാരവും ഉണ്ടാവാൻ ആദ്യം ഒറ്റപ്പെടുത്തേണ്ടത് ഭർത്താവിനെയാണ് എന്ന് മനസ്സിലാക്കുകയും വാക്കിലൂടെയും പ്രവർത്തനയിലൂടെയും സാമ്പത്തിക രംഗത്തുമൊക്കെ പതുക്കെ പതുക്കെ ആ ഭർത്താക്കന്മാർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഓരോ പെണ്ണും ഓരോ ഭാര്യയും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് ഈ ലോകത്ത്. നോക്കൂ, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലൽ മർഅതി, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലൽ മർഅതി, ഒരു പെണ്ണിന് ഈ ഭൂമിയിൽ ഏത് മനുഷ്യനോടാണ് ഏറ്റവും വലിയ കർത്തവ്യമുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, സൗജുഹാ, അവളുടെ ഭർത്താവിനോട്. ഒരു സ്ത്രീ
ഈ ഭൂമിയിൽ സന്തോഷിപ്പിക്കേണ്ടത് ആദ്യം അവളുടെ ഭർത്താവിനെയാണ്. തൃപ്തിപ്പെടുത്തേണ്ടത്, സ്നേഹിക്കേണ്ടത്, പ്രീതിപ്പെടുത്തേണ്ടത്, പരിഗണിക്കേണ്ടത്. അതിനുശേഷമാണ് മക്കളൊക്കെ. നമ്മുടെ പല വീടുകളിലും ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ അവിടെ വിലയില്ല. അത് കുട്ടിക്കത് ഇഷ്ടമല്ല, മോൾക്കത് ഇഷ്ടമല്ല, പേരക്കുട്ടിക്ക് ഇതാ ഇഷ്ടം അല്ലേ? ഭർത്താക്കന്മാരൊക്കെ 1 കിലോ പൂളയും വാങ്ങി വീട്ടിലേക്ക് എത്തിയാൽ ഇതൊന്ന് കൂട്ടാൻ വെച്ച് കൊണ്ടുവന്നാൽ അതവിടെ കടക്കും മൂലക്കെ. എന്താ പറയാ, അത് കുട്ടിക്ക് പറ്റൂല, പേരക്കുട്ടിക്ക് അത് കണ്ടാ ഓക്കാൻച്ചും മറ്റൊക്കെ അത് കാണാനേ പറ്റൂല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും പരിഗണിക്കേണ്ടത് തൻ്റെ ഭർത്താവിനെയാണ്. അയാളെ പരിഗണിച്ചിട്ട് മതി ബാക്കിയുള്ളതൊക്കെ. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, വലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ. സുജൂദ് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണല്ലോ. ഈ സുജൂദ് അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നത് വലൗ കുൻതു ആമിറൻ അഹദൻ, ആരോടെങ്കിലും എനിക്ക് ഒരു കൽപ്പന കൽപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു എങ്കിൽ, എന്തിന്? അൻ യസ്ജുദ ലിഅഹദിൻ, ഒരു മനുഷ്യനോട് നീ ആ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്തോ എന്ന് പറയാൻ, മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരാളോട് കൽപ്പിക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നു എങ്കിൽ ലഅമർതു അൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭാര്യമാരോട്, സ്ത്രീകളോട് ഞാൻ പറയുമായിരുന്നു നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യാൻ പാടില്ല, പക്ഷെ അതൊരു സങ്കല്പാണ്. അങ്ങനെ അനുവാദമുണ്ടായിരുന്നു എങ്കിൽ. കാരണം ഈ ലോകത്ത് ഒരു സ്ത്രീ അത്രമേൽ ആ പുരുഷന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവളാണ് എന്നർത്ഥം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന ബിൽ മഅറൂഫ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വീടുകളിൽ കടമകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്. പക്ഷേ വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു ദറജ അള്ളാഹു കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയോ? പുരുഷന്മാരൊക്കെ ഒന്ന് ലിബറൽ ആവാൻ ശ്രദ്ധിച്ചപ്പോൾ, എൻ്റെ ഭാര്യ സ്വതന്ത്രയാവണം, അവൾക്ക് എല്ലാം ഉണ്ടാവണം, അവൾ പ്രയാസപ്പെടരുത്, അവൾക്ക് സങ്കടം ഉണ്ടാവരുത്, അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവൾക്ക് വേണ്ടതിലധികം സ്വാതന്ത്ര്യങ്ങളും അവർക്ക് വേണ്ടതിലധികം അവസരങ്ങളും പുരുഷൻ സ്വയം ഒഴിഞ്ഞു നിന്ന് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അതുണ്ടാക്കിയ ഒരു ദുരന്തമുണ്ട്, ഒരു അപകടമുണ്ട്. അതിന്റെ ഉത്തരവാദി സ്ത്രീകളല്ലോ. ഞാൻ ഈ വിഷയത്തിൽ സ്ത്രീകളെ കുറ്റം പറയുകയേ ഇല്ല. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുരുഷന് മാറാൻ കഴിയില്ല. അവൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അതൊന്നും കൂടി ഓള് പോയാലാ എളുപ്പം, അതൊന്നും കൂടി ഓള് പറഞ്ഞാലാ ശരിയാകുക. ആ രൂപത്തിൽ സ്ത്രീകൾക്കുള്ള അമിതമായ നൽകാൻ പാടില്ലാത്ത സ്വാതന്ത്ര്യം നൽകി അവരെ കാര്യങ്ങൾക്ക് ഇറക്കി വിട്ട് പുരുഷൻ കാഴ്ചക്കാരനായപ്പോൾ പിന്നീട് ജീവിതത്തിൽ അവരോട് ഒരു കാര്യം പറയാനോ തീർത്തു പറയാനോ തെറ്റായ ഒരു കാര്യം പോലും തെറ്റാണ് വേണ്ട എന്ന് പറയാനോ കെൽപ്പില്ലാത്തവരായിട്ട് പുരുഷന്മാർ മാറി. പലപ്പോഴും പല തെറ്റുകൾക്കും മൗനത്തോടുകൂടി തലകുനിച്ച് അനുവാദം കൊടുക്കേണ്ട നിസ്സഹായ അവസ്ഥ ആ പുരുഷന്മാരുടെ ഭാഗത്തുണ്ടായി. അല്ലാഹു തആല പറഞ്ഞ വാക്കേ നമ്മൾ ഒന്നുകൂടി കേൾക്കണം. സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്. അവളുടെ അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്നുപോലും നഷ്ടമാവാതെ, അവരെ വേദനിപ്പിക്കാതെ, അവരെ കഷ്ടപ്പെടുത്താതെ അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് പുരുഷനോട് പറഞ്ഞ് ആ പറഞ്ഞതിന്റെ കൂടെയാണ് റബ്ബ് പറഞ്ഞത് എന്ന് പറഞ്ഞത് വലിരിജാലി അലൈഹിന്ന ദറജ. ആ ദറജ പുരുഷൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ആരാണ് ഒരു നല്ല സ്ത്രീ? പലപ്പോഴും ഞാൻ ആഗ്രഹിക്കണം എൻ്റെ ഭാര്യ ഈ നാട്ടിലെ ഏറ്റവും നല്ല സ്ത്രീയാവണം. നിങ്ങളൊക്കെ ആഗ്രഹിക്കണം എൻ്റെ ഭാര്യ ഏറ്റവും നല്ല സ്ത്രീയാവണം. അത് അവരുടെ സൗന്ദര്യം കണ്ടല്ല. പലപ്പോഴും പുരുഷന്മാര് ചതിക്കപ്പെടുന്നത് എൻ്റെ ഭാര്യ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കുടുംബത്തിൽ ഏറ്റവും നല്ല പെണ്ണ് എൻ്റെ പെണ്ണാട്ടോ, അല്ലെങ്കിൽ ഇന്നലെ വന്ന കൂട്ടത്തിൽ ഏറ്റവും ചൊറുക്കുള്ള പെണ്ണ് എൻ്റെ പെണ്ണാട്ടോ എന്ന് അവനവന്റെ ഭാര്യയെ കുറിച്ച് മറ്റുള്ളവർ മധു പറയാൻ ഒരുക്കി ഇറക്കുന്ന ഒരവസ്ഥയിലേക്ക് പുരുഷന്മാർ മാറി. സത്യത്തില് ഒരു പെണ്ണിന്റെ സൗന്ദര്യം അവളുടെ തൊലിയുടെ വെളുപ്പോ അവൾ ഉപയോഗിച്ച കോസ്മെറ്റിക്കുകളുടെ വിലയോ ഇതൊന്നുമല്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം. ആരാണ് നല്ല ഭാര്യ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല ഭാര്യക്ക് പറയുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നല്ല ഭാര്യക്ക് പ്രവാചകൻ പറഞ്ഞ മുഴുവൻ ക്വാളിറ്റിയും
എല്ലാ ഗുണങ്ങളും എല്ലാ യോഗ്യതകളും എൻ്റെ ഭാര്യക്കുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു പുരുഷൻ, അതാണ് ഭാര്യയുടെ നന്മ. എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ആ റസൂലുള്ള പറഞ്ഞ അടയാളങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ ഭാര്യയിലുണ്ട് എന്നൊരു ഭർത്താവിന് അഭിമാനത്തോടു കൂടി തൻ്റെ ഭാര്യയെ പറ്റി പറയാൻ പറ്റണം. ആ യോഗ്യതകൾ കൊണ്ട് മറ്റുള്ളവർ പറയണം, എൻ്റെ ഭാര്യ എനിക്ക് കിട്ടിയ ഒരു മുതലാണ് കേട്ടോ, ഒരു സ്വത്താണ് കേട്ടോ, ഒരു ഭാഗ്യാട്ടോ എന്ന് നമ്മുടെ ഭാര്യയെ കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത് അവളുടെ തൊലിവെളുപ്പോ മറ്റോ കണ്ടിട്ടല്ല, അവളുടെ സ്വഭാവത്തിലെ ഈ സവിശേഷതകളാണ്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞത് ഒരു നല്ല ഭാര്യ എന്ന് പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, സ്ത്രീകൾ കേൾക്കണം കേട്ടോ. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് അവൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. വസ്വാമത്ത് ഷഹ്റഹ, റമളാൻ മാസമാകുമ്പോൾ അവൾ നോമ്പ് നോൽക്കുന്നുണ്ട്. വഹഫിളത്ത് ഫർജഹ, അവളുടെ ചാരിത്രം അവൾ കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, കാണേണ്ടവർ മാത്രം കണ്ടും ആ രൂപത്തിൽ ആ ചാരിത്രം അവൾ സൂക്ഷിക്കുന്നുണ്ട്. അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നുണ്ട്. ഭർത്താവിനെ അനുസരിപ്പിക്കുന്നുണ്ട് എന്നല്ല, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഭർത്താവ് അത് കേൾക്കും, ഞാൻ എന്ത് ചോദിച്ചാലും മൂപ്പര് തരും, ഞാൻ എന്താ പറഞ്ഞത് അതാണ് എൻ്റെ വീട്ടിലെ കാര്യം. അതല്ല, ആ ഭർത്താവ് എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചോദിക്കണം, മൂപ്പര് പറയും പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണ്, അവൾ ഭർത്താവിനെ അനുസരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞേ? അവൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, റമളാനിൽ നോമ്പ് നോൽക്കുന്നുണ്ട്, അവളുടെ ചാരിത്രം അവൾ സൂക്ഷിക്കുന്നുണ്ട്, അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നുണ്ട്. അത്തരം ഒരു സ്ത്രീ മരണപ്പെട്ടാൽ ഖീല ലഹാ, അവൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പരലോകത്തെത്തിയാൽ അവളോട് പറയപ്പെടും, ദുഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ദാ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുണ്ട്. ഓരോ വാതിലും ഓരോ പ്രത്യേക കാറ്റഗറിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാ. പക്ഷേ ഈ സ്ത്രീയുടെ മുമ്പിൽ 8 വാതിലും തുറക്കും. ആ 8 വാതിലുകളിൽ ഏത് വാതിലിൽ കൂടി വേണമെങ്കിലും അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഭർത്താവിനെ അനുസരിക്കുക എന്ന ആ പ്രവൃത്തിയുടെ നന്മയാണത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നിസാഇ ലത്തി ഇദാ നളറത് ഇലൈഹാ സറതുക. ആരാണ് നല്ല ഭാര്യ? ഇഷ്ടംപോലെ പൊണ്ണും പണമായിട്ട് വന്നോളല്ല, അവളുടെ വാപ്പ മരിച്ചാൽ എമ്പാടും പണവുമായിട്ട് വരാനുള്ളവരല്ല, ആൾക്കാർക്ക് മുമ്പിൽ നല്ല മനോഹരമായി സംസാരിക്കുന്നവളല്ല, സൗന്ദര്യമുള്ളവളുമല്ല. ആരാ ഏറ്റവും നല്ല ഭാര്യ? നോക്കൂ, പ്രവാചകന്റെ 1-ാമത്തെ വാക്ക്, ഇദാ നളർത ഇലൈഹാ ശർറതുക. ഓളെ നോക്കിയാൽ തന്നെ നിനക്ക് സന്തോഷം വരും. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ആ ഭർത്താവിന്റെ മുമ്പിൽ വരാൻ സാധിക്കുന്നവൾ ഭാര്യ അല്ലെ. ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങൾ പലതേക്കാരം. അത് പലർക്കും അവരുടെ പ്രായമനുസരിച്ച് അവരുടെ നിലപാടനുസരിച്ച് അത് പലപ്പോഴും വ്യത്യസ്തേക്കാരം. അപ്പൊ തൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ ആ ഇഷ്ടപ്പെട്ടതായി ഭർത്താവിന്റെ മുമ്പിൽ, ഭർത്താവിന് തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന്റെ മുഖത്ത് മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ പറ്റുന്ന ഭാര്യ. ഇത് അമർത്തഹ, നീ അവളോടൊരു കാര്യം കൽപ്പിച്ചാൽ അതാഅതുക, അവൾ നിന്നെ അനുസരിക്കും. പറഞ്ഞത് അനുസരിക്കും. പറഞ്ഞു നോക്കട്ടെ നടക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു പോണ ആണുങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പറയണം, പറഞ്ഞത് നടക്കണം അല്ലേ. അപ്പോ 3, നീ നിന്റെ വീട്ടിലില്ലാത്ത സമയത്ത്, നീ അവളിൽ നിന്ന് പുറത്താകുന്ന അല്ലെങ്കിൽ നീ അവളുടെ കൂടെ ഇല്ലാത്ത സമയത്ത്, അവളുടെ ശരീരവും സ്വത്തും അവൾ സംരക്ഷിക്കും. നിങ്ങൾ മാപ്പളല്ലാത്ത വന്നോളി, ഇല്ലാത്ത നേരത്ത് വന്നോളി, മൂപ്പരുണ്ടാവുമ്പോൾ വന്നാൽ മൂപ്പർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകളിലേക്ക് മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാൾ ആ ഭർത്താവില്ലാത്ത സമയത്ത് ആ വീട്ടിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിച്ച അബൂ സുഫിയാനോട് എന്താ പറഞ്ഞാരോ, പ്രവാചകന്റെ ഭാര്യ ഇരിക്കരുത്, പ്രവാചകന്റെ വിരിപ്പിൽ ഇരിക്കാൻ പാടില്ല അല്ലേ. ഇതൊരു മനോഹരമായ ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ ശരീരവും ചാരിത്രവും
സ്വത്തും ഭർത്താവിന്റെ അഭിമാനവും അത് സംരക്ഷിക്കാൻ സാധിക്കുന്നവളാണ് നല്ല ഭാര്യ. നല്ല ഭാര്യ. നമ്മളൊക്കെ നമ്മുടെ ഭാര്യയെ നല്ല ഭാര്യമാരാക്കണം. എങ്ങനെ നല്ല ഭാര്യയാക്കുക? ആൾക്കാരോ ഭയങ്കരമായിട്ടോ അവന്റെ ഭാര്യ എന്താ ചൊറുക്ക് എന്ന് പറയുന്നിടത്തല്ല അവളുടെ സൗന്ദര്യം. അവളുടെ സൗന്ദര്യം ഇതിലാണ്, ഭർത്താവിന്റെ മനസ്സിലാണ്. ഒരു ഭർത്താവാണ് എൻ്റെ ഭാര്യ നല്ല ഭാര്യയാണ് എന്ന സർട്ടിഫിക്കറ്റ് ഈ ദുന്യാവിൽ കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവ്. ആരാന്റെ ഭർത്താവ്? അല്ല, അയലോക്കത്തെ ഭർത്താവ്. നോക്കിയാ ഓന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, നോക്കിയാ മൂപ്പാ പെണ്ണിനെ കണ്ടത് എന്തോ ഒരു നല്ല പെണ്ണാണ്, അയലോക്കത്തെ പെണ്ണിനെ ചൂണ്ടി. അവനവന്റെ പെണ്ണിനോട് ഈ ഭർത്താവിന് പറയാൻ പറ്റണം, ഇയാട്ടോ ഏറ്റവും നല്ല ഭാര്യ. അത് പറയല് വസ്ത്രം നോക്കിയിട്ടോ സ്വർണം നോക്കിയിട്ടോ അല്ല, പെരുമാറ്റം നോക്കിയിട്ടാ. ഭംഗിയാവണം അല്ലേ? ആ ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ആ ഭാര്യക്ക് കിട്ടണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏതൊരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവളെക്കുറിച്ച് തൃപ്തനായിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന ആ ഒരു തൃപ്തി ആ ഭാര്യക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ആ ഭർത്താവുമായുള്ള പെരുമാറ്റത്തിൽ പലപ്പോഴും 50% മീതെ പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ, ഒന്ന് ചിരിക്കാതെ, ഒന്ന് തമാശ പറയാതെ, മനസ്സ് തുറക്കാതെ, കൂടെ കിടക്കാൻ പോലും കഴിയാതെ രണ്ടാളും വേറെ വേറെയാണ്. പടച്ചോന്റെ അടുത്തേക്ക് പോണ്ടേ? ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, ആരുമില്ലെങ്കിൽ സർക്കാർ നോക്കും. പക്ഷേ പടച്ചോന്റെ മുമ്പ് പോകേണ്ട ഒരു ദിവസമല്ലേ? അവിടേക്ക് എത്തുമ്പോൾ കണക്കുകളൊക്കെ കൃത്യമാവണ്ടേ? ഒരുപാട് കാലം ആശുപത്രി കിടക്കുന്ന പ്രായമായ ഒരാളുണ്ട്. അയാളുടെ മക്കളൊക്കെ വിദേശത്താ, പെൺമക്കളൊക്കെ ഉണ്ട് വിദേശത്താ. അപ്പൊ ഇങ്ങനെ ശരീരമൊക്കെ പൊട്ടി ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ വലിയ ചെലവില്ലാത്ത ഒരു ആശുപത്രി കൊണ്ടാക്കിയാൽ അവിടെ കിടന്നോട്ടെ, എന്താ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്ദർശകർ വരുമ്പോൾ ചായ കൊടുക്കണ്ടല്ലോ, ആശുപത്രിക്കാരുടെ വരിക, ഓല അങ്ങോട്ട് വല്ല ആപ്പിളോ ഓറഞ്ചൊക്കെ വാങ്ങി വന്നോളും, നല്ല തന്നെ ആശുപത്രി കിടക്കുക, ദീർഘമായിട്ട് കിടക്കുക. അപ്പൊ കുറെ കാലമായപ്പോ ഈ മക്കൾക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിക്കല്ലോ, നിങ്ങളെന്താ വാപ്പാനെ കാണാൻ പോകാത്തെ? അങ്ങനെ മക്കളൊക്കെ പാടൊരു വരവ് വന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ ആശുപത്രിക്ക് അമ്മാനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഇനി കുറച്ചു കാലം ബാപ്പാനെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ അമ്മക്ക് പോകാൻ മടി. ഉമ്മ ഞാൻ പോയില്ല, നിങ്ങൾ പോയി തിരുമ്പി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഉഷാറായി വന്നോളി, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഉമ്മ ബാപ്പാനോട് പറഞ്ഞു, ഞാനൊന്ന് പോട്ടെ, ബാപ്പ സംസാരിക്കൂല, സംസാരമൊക്കെ എന്തോ നിന്നിക്കണ്, ഞാനൊന്ന് പോയി വരട്ടോ. ബാപ്പ ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കി, അത് തറപ്പിച്ച നോട്ടേനി, പിന്നെ ചിരിഞ്ഞ് കടന്നു എന്നറിഞ്ഞ തിരിഞ്ഞത് കടന്ന്. ഉമ്മക്ക് മനസ്സിലായി ഇഷ്ടായിട്ടില്ല, പോട്ടെ എന്ന് പറഞ്ഞേ. അപ്പൊ മക്കൾ കളിയാക്കിയോ, ബാപ്പാക്ക് ഇത്രയും കാലം ഉമ്മാനൊപ്പം നിന്നിട്ട് പൂതിയായിട്ട് മാറിയിട്ടില്ല. ഉമ്മ പറഞ്ഞു, എന്നാ ഞാൻ പോണില്ല കേട്ടോ. അതിൽ ബാപ്പ ഒന്നും കൂടി മലന്ന് കടന്ന് ഒന്ന് ചിരിച്ചു, പിന്നെ തിരിഞ്ഞു കടന്നു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, പിന്നെ കേട്ട വാർത്ത മരിച്ചു എന്നാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മനസ്സിലിങ്ങനെ വന്ന്, ഏതൊരു പുരുഷൻ അവൻ മരണപ്പെടുമ്പോൾ അവന്റെ ഭാര്യയുടെ കാര്യത്തിൽ അവൻ തൃപ്തനാണെങ്കിൽ അവൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്ത് മറ്റാരെ തൃപ്തിപ്പെടുത്താനോ പരിഗണിക്കാനോ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിന്, അയാൾക്ക് വയസ്സായിട്ടുണ്ടാവാം, ഓർമ്മ പോയിട്ടുണ്ടാവാം, കാണാൻ ഭംഗിയില്ലാതായിട്ടുണ്ടാവാം, നരച്ചിട്ടുണ്ടാവാം, ആകെ ഒന്നിനും പറ്റാത്ത മനസ്സിന്റെ സമനില തെറ്റി, പറഞ്ഞതൊന്നും ഓർമ്മയില്ലാതെ ചെയ്തതൊന്നും ഓർമ്മയില്ലാതെ ഒരുപക്ഷെ നിലത്ത് തുപ്പിയോ മൂത്രമൊഴിച്ചോ അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്വർഗമാണ് ആ ഭർത്താവ്, അത് മറക്കാതിരിക്കുക. മക്കൾക്ക് വേണ്ടി, അവരുടെ സ്റ്റാറ്റസിന് വേണ്ടിയൊക്കെ സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മോശപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് സ്വർഗമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. സഹോദരന്മാരോട് പറയണ്ടേ, നമ്മുടെ ഭാര്യമാർ പാവങ്ങളാ. അവരെ പരിചരിക്കേണ്ട വിധം പരിചരിക്കാനോ, നിർദ്ദേശിക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനോ, കൽപ്പിക്കേണ്ടത് കൽപ്പിക്കാനോ, നടപ്പാക്കേണ്ടത് നടപ്പാക്കാനോ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് പോയത്. നമുക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും മറ്റു പലർക്കും അവരിൽ നിന്ന് കിട്ടാനുള്ള കാരണം അത് വാങ്ങാൻ നമ്മൾ ശ്രമിക്കാതെ പോയതിന്റെ ദുരന്തമാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൊടുങ്കാറ്റടിച്ചാലും ഭൂമി കുലുങ്ങിയാലും ആകപ്പാടെ തകർന്നു വന്നാലും പരസ്പരം നെഞ്ചോട് നെഞ്ചായി ചേർന്ന് നിൽക്കുക. നമുക്ക് അനുഭവിക്കാനുള്ളത് ഈ ലോകത്തല്ല, നാളെ സ്വർഗത്തിലാണ്. നമുക്ക് ആസ്വദിക്കാനുള്ളത് ഈ ലോകത്തല്ല, നാളെ സ്വർഗത്തിലാണ്. നമ്മുടെ ആസ്വാദനങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെയല്ല, നാളത്തെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒന്നും കിട്ടാല്ല, എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും കിട്ടാല്ല. ഇങ്ങനെ ചെറിയ 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 സ്പാർക്കുകൾ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല.
അല്ലാഹു തആല പറഞ്ഞത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ദുനിയാവാണ് കഴിഞ്ഞു കൂടിയിട്ട് നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങൾ സ്വർഗത്തേക്ക് പോയിക്കോളിട്ടോ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ ഉണ്ടാവുക, അതാണ് വിജയം. അത് മാത്രമാണ് വിജയം. ആ വിജയത്തിന് വേണ്ടി കുറേ പരീക്ഷകൾ, ചിലപ്പം ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഭാര്യയായിട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് സ്വർഗം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടതാണോ നമുക്ക് കിട്ടിയത്? ഇതാ എൻ്റെ താടി നരച്ചു, എനിക്ക് ഇഷ്ടമുണ്ടോ എൻ്റെ താടി നരക്കണേ? പക്ഷെ നരക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മുടി നരച്ചു, എനിക്ക് ഇഷ്ടമല്ലല്ലോ, പക്ഷെ നരക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് രോഗമാവൂലേ? ഞാൻ വൃദ്ധനാവൂലേ? ഞാൻ തളർന്നു പോകൂലേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടതല്ലല്ലോ, അത് വരും. പക്ഷെ അതിനപ്പുറം ഒരു സ്വർഗം നമുക്ക് ഇതൊന്നുമില്ലാത്ത, നരയില്ലാത്ത, രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, മരണമില്ലാത്ത സർവ്വ സുഖങ്ങളുടെ സ്വർഗമുണ്ട്. ആ സ്വർഗമാണ് വേണ്ടത്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ പരീക്ഷിക്കാൻ പലതുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ഭാര്യ സൗന്ദര്യം കുറഞ്ഞവളെന്ന് തോന്നിയേക്കാം, നമ്മുടെ ഭാര്യ മറ്റുള്ള ഭാര്യയെ പോലെ സമർത്ഥയല്ല എന്ന് തോന്നിയേക്കാം, നമ്മുടെ ഭാര്യ മറ്റുള്ളവരുടെ ഭാര്യയെ പോലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന് തോന്നിയേക്കാം. പക്ഷേ അതൊക്കെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്ക് തോന്നിയേക്കാം, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭർത്താവിനേക്കാൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ തോന്നിയേക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുരുഷന്മാരോട്, അവരിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പായി തോന്നിയേക്കാം, പക്ഷേ അതിലപ്പുറം ഒരുപാട് നന്മകൾ അവരിലുണ്ട്. നമ്മുടെ ഒരു കുട്ടി നമ്മുടെ ഭാര്യയുടെ വയറ്റിലുണ്ടായി പ്രസവിച്ച് മുലയൂട്ടി വളർത്തുക എന്ന ഒരൊറ്റ പണി മതി ജീവിതകാലം മുഴുവനും നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാൻ. എന്തോരം അനുഭവങ്ങളാ, എന്തോരം പീഡനങ്ങളാ, എന്തോരം പ്രയാസങ്ങളാ, അത് മാത്രം മതി. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവളെ 10 മാസം ഗർഭം ചുമന്ന് മുലയൂട്ടി വളർത്തി വലുതാക്കാൻ എൻ്റെ ഭാര്യ അനുഭവിച്ച ആ ത്യാഗമുണ്ടല്ലോ, അത് മാത്രം മതി എൻ്റെ ജീവിതകാലം മുഴുവൻ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കാൻ. അപ്പൊ നമ്മുടെ മാനസികമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ താളം തെറ്റും. മാത്രമല്ല, ലിബറൽ ചിന്താഗതികളും സ്വാതന്ത്ര്യവാദങ്ങളും കൊടുങ്കാറ്റ് പോലെ വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോൾ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കാതിരുന്നാൽ നമ്മളെ തള്ളിപ്പുറത്താക്കി പുതിയ ആശയങ്ങളും ആദർശങ്ങളും കുടുംബത്തിലേക്ക് കയറി വരും. മക്കളൊക്കെ പറയും കുടുംബമൊന്നും വേണ്ട, കല്യാണമൊന്നും വേണ്ട, പാപ്പാനി മാനിക്ക് അതാണ്ടല്ലേ, എന്താ നമ്മൾ കല്യാണം കഴിക്കണേ എന്ന് മക്കൾ പറയുമ്പോൾ ആ പാപഭാരം കൂടി നാളെ പരലോകത്ത് നമ്മൾ ഏൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ മനോഹാരിത കണ്ട് മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം കണ്ട് നമ്മുടെ മക്കൾ മനസ്സിലാക്കട്ടെ, ജീവിതം സൗന്ദര്യമുള്ളതാണ്. ചേർത്ത് പിടിക്കണം, കൂടെ ഇരിക്കണം, കൂടെ നടക്കണം. അതിനൊന്നും ആരും പേടിക്കണ്ട, ഒരു കുറവും വിചാരിക്കണ്ട. പ്രവാചകനും ആയിഷ ബീബിയും ഓട്ട മത്സരം നടത്തിയ ഞാൻ പറഞ്ഞില്ലേ, ഇൻഡോർ സ്റ്റേഡിയത്തിലല്ല, പരസ്യമായിട്ട് റോട്ടിൽ കൂടെ ഓടിയത്. എന്നിട്ട് ഓൽക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല, ചേർന്ന് നടക്കണം, ചേർത്ത് നിർത്തണം, ഒരുമിച്ചിരുന്ന് സംസാരിക്കണം, ഒന്നിച്ചിരിക്കണം, ഒന്നിച്ച് കിടക്കണം, യാത്രകൾ ഒരുമിച്ചാവണം. കുടുംബത്തിനെ കിട്ടിട്ട് ഇവരിങ്ങനെ പെരിയിൽ കഞ്ഞിയും വെച്ച് കാത്തിക്ക, പെണ്ണുങ്ങൾ വരുന്നില്ലേ, ഞാൻ പേരേ കഞ്ഞി കുടിച്ചാതെ കാത്തിക്ക, കുറെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇല്ലട്ടോ, ഞാൻ തുടക്കാരെ കൂടി ഇവിടെ മന്തി ഇന്നാണ്, നമ്മൾ മന്തി ഇന്ന പെരിയിലോള് കഞ്ഞി ഞമ്മന്തി മുക്കി കുടിച്ചാ അല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ ഭാര്യയോട് എനിക്ക് എന്തൊക്കെ കടമുണ്ട്? പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ നിങ്ങള്? എൻ്റെ ഭാര്യയോട് എനിക്കുള്ള കടമകൾ എന്താണെന്ന് ചോദിച്ച റസൂല് പറഞ്ഞ എന്താ നിങ്ങള്? നീ ഭക്ഷിക്കുന്നത് അവളെയും ഭക്ഷിപ്പിക്കുക, നീ കുടിക്കുന്നത് അവളെയും കുടിപ്പിക്കുക. അതെ, നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞാലേ പിന്നെ നമുക്ക് മാത്രമായിട്ടൊന്നുമില്ല, നമ്മളും അവളുമാണ്. രണ്ടും അല്ല, ഒന്നും കൂട്ടി രണ്ടല്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഒന്നും കൂട്ടിയ ഇമ്മിണി വലിയ ഒന്നാവണം. നമ്മൾ കഴിക്കുന്ന അവൾ കഴിക്കണം, നമ്മളെ കുടിക്കുന്നത് അവൾ കുടിക്കണം. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞാലോ, അടിക്കുമ്പോൾ അവളെ ശരീരത്തിൽ ചിലപ്പോൾ അടിക്കേണ്ടി വരും, ചില ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം ഒരു ശിക്ഷാരീതി. ആ ശിക്ഷാരീതികൾ ഒരിക്കലും ആ പരിധിക്കപ്പുറത്തേക്ക് പോകാത്ത ശിക്ഷാരീതികളാവണം. പിന്നെന്താ പറഞ്ഞാലോ, ആൾക്കാർക്കിടയിൽ വെച്ച് ഓളെ ചീത്ത അറിയാൻ പാടില്ല അല്ലേ. നമ്മൾ സാധാരണ ചീത്ത ആവേശം ഉണ്ടായാലും 4 ആളെ മുമ്പിൽ പറയുമ്പോഴാ, അത് കുടുംബത്തിലാവാ, പെങ്ങന്മാരാവാ, അമ്മയാവാ, ബാപ്പയാവാ, ആരാവാ, ഓരോ മുമ്പിൽ പെണ്ണുങ്ങളെ 4 വർത്താനം പറഞ്ഞാലേ നമ്മൾ ആണാവുള്ളൂ. സംശയം. തെറി പറയരുത്. ചില ആൾക്കാർ പച്ചത്തെറിയ പറയാ ഭാര്യമാരോട്, ചക്ക് തെറി പറയും. അതൊക്കെ കേട്ട് മക്കൾ വളരും. നിന്റെ കിടപ്പറക്കുള്ളിലല്ലാതെ അവളുമായിട്ട് പിണങ്ങരുത്. ഞാനും എൻ്റെ ഭാര്യയും തെറ്റിക്കണെന്ന് ഒരു മനുഷ്യൻ ദുന്യാവിൽ അറിയാൻ പാടില്ല. ബെഡ്റൂമിൽ മാത്രം വേണമെങ്കിൽ തെറ്റിയിട്ട് എനിക്ക് വിട്ട് കിടക്കാം, എന്നെ പണി വെക്കാരാ, അപ്പത്തേക്ക് കിടക്കാം, അവൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഓക്കുവാവാ അങ്ങനെ. പക്ഷേ ആ ബെഡ്റൂമിന്റെ പുറത്ത് ഒരാൾ അറിയരുത് ഒരു തമ്മിൽ തെറ്റിക്കണെന്ന്. ആ രൂപത്തിലാണ്
ഭാര്യയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. കുടുംബം എന്നാൽ സമാധാനമാണ്. സമാധാനമാവണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ കുടുംബത്തിൽ പാലിക്കണം. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമബാദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഈ വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ഖുർആൻ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംസ്ഥാന സംഗമം കഴിഞ്ഞ ആഴ്ച വയനാട് വെള്ളമുണ്ടയിൽ വെച്ച് നടന്നു. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു, ഖുർആൻ പഠിക്കുന്ന ആളുകൾ. നമ്മുടെ ഈ ചുങ്കത്തറ മേഖലയിൽ ഇത് പഠിക്കുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ പരീക്ഷകൾ കൊല്ലാകൊല്ലങ്ങളിൽ നടക്കാറുണ്ട്. ആ പരീക്ഷകളിൽ 100 മാർക്ക് 100ൽ 100 വാങ്ങിയ 50 മുതിർന്നവരും 35 കുട്ടികളും നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ചുങ്കത്തറ മുണ്ടേരി മുതലുള്ള പരിസര പ്രദേശത്ത് 50 ആളുകൾ, മുതിർന്നവര് 100ൽ 100 മാർക്ക്, കുട്ടികൾ 35. നമ്മളൊക്കെ പല കാര്യങ്ങളിലും ജയിക്കുന്ന കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുത്തൊക്കെ പരിഗണിക്കാറുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പഠിച്ചവരല്ലേ നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ടത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന പ്രവാചകന്റെ വാക്ക് നമുക്കറിയാലോ. ആ ഖുർആൻ പഠിച്ചവരൊന്ന് ഒത്തുചേർന്ന് അവരെ ഒന്ന് അനുമോദിക്കുന്ന ഒരു ചടങ്ങ്. നമ്മൾ ഒരുപാട് അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. വിമാനം പറത്തുന്നവരും ഡോക്ടറാകുന്നവരും എഞ്ചിനീയർ ആകുന്നവരൊക്കെ ഇതിൻ്റെയൊക്കെ മേലെയാണ് ഖുർആൻ പഠിക്കുന്നവരെ അനുമോദിക്കുക. അള്ളാന്റെ കലാമ്, അതിൻ്റെ ഒരു അനുമോദനം ഇൻഷാ അള്ളാഹ് അടുത്ത വ്യാഴാഴ്ച, ഇന്ന് വെള്ളിയല്ലേ, വരുന്ന വ്യാഴാഴ്ച പോത്തുകല്ല് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്നുണ്ട്. രാത്രി മഗ്‌രിബിന് ശേഷം നമ്മൾ സാധിക്കുന്നവരൊക്കെ നമ്മുടെ കുടുംബത്തോടൊപ്പം അവിടെ എത്താൻ ശ്രദ്ധിക്കണം. പോത്തുകല്ലാണ്, അവിടെ പ്രഭാഷണങ്ങളുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉനൈസ് പാപ്പിനിശ്ശേരി ഖുർആനിൻ്റെ മാധുര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പ്രഭാഷണവും നമുക്കവിടെ കേൾക്കാം. അപ്പോൾ പരമാവധി ആളുകൾ മനസ്സിൽ കുറിച്ച് വെക്കുക. 2-3 പരിപാടി ഉണ്ടായാൽ മറക്കരുത്. ഇത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിൽ നമ്മൾ പോത്തുകല്ലെത്തിയാൽ പോത്തുകല്ല് ബസ് സ്റ്റാൻഡിലെ വിശാലമായ സദസ്സിലാണ് നമ്മുടെ സമ്മേളനം. അതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കാം. അതിന് ഒരു വലിയ സാമ്പത്തിക ബാധ്യത കൂടി വരുന്നുണ്ട്. ഒരു പരിപാടികൾ നടത്തണമെങ്കിൽ അതൊന്നും ഒറ്റക്ക് നടത്താൻ ആർക്കും വലിയ കഴിവൊന്നുമില്ല. അപ്പോൾ അവർ ഈ മണ്ഡലത്തിലെ എല്ലാ പള്ളികളോടും അതിന് സഹായം ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ കളക്ഷൻ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓരോ കളക്ഷൻ ഉണ്ട്. പിടിച്ചു വെച്ച് വാങ്ങത്തില്ല, ഇഷ്ടംപോലെ കൊടുത്താൽ മതി. പക്ഷെ അതൊരു നമുക്ക് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടേക്കാണ്. നമ്മൾ ആ ഖുർആൻ സദസ്സിന് വേണ്ടി നമ്മൾ ഈ വെള്ളിയാഴ്ച ഒരു കളക്ഷൻ. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പ്രോഫ്കോൺ. ഈ പ്രാവശ്യത്തെ പ്രോഫ്കോൺ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ അത് ആരംഭിക്കുകയാണ്. 3 ദിവസമുണ്ട്. ഇന്നുണ്ട്, നാളെ മുഴുവനുണ്ട്, മറ്റന്നാൾ ഞായറാഴ്ച പകലുണ്ട്. 10,000-3000 പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ട സാമ്പത്തിക സഹായം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് രണ്ടും കൂടെ ഇന്ന് നമ്മുടെ പോത്തുകല്ലിലെ വെളിച്ചവും അതേപോലെ നമ്മുടെ പ്രോഫ്കോണും രണ്ടും നടന്നു പോകണം. നമ്മളൊക്കെ തന്നെയുള്ളൂ. നമ്മുടെയൊക്കെ മടിശീല എല്ലാവരുടേതും ശൂന്യമാണ്, ആരെടുത്തും ഒന്നുമില്ല. അപ്പം ഉള്ളതിൻ്റെ പരമാവധി കൊടുത്ത് ഈ 2 സംരംഭങ്ങളെയും നമ്മൾ സഹായിക്കണം. പോപ്കോണിന് പോവാൻ നമ്മുടെയൊക്കെ കൂട്ടത്തിലോ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് 7 മണിക്ക് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ബസ് ഉണ്ടാവും. ഇന്ന് രാത്രി പോവാം, നാളെ പൂർണ്ണമായിട്ട് അവിടെ നിൽക്കാം. ഞായറാഴ്ച ഉച്ചക്ക് മുമ്പ് അവർ തിരിച്ചെത്തും. അപ്പോൾ ആരെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ MSMന്റെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ അവർക്ക് വാഹനമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്താം. അതോടുകൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നജാത്തുൽ അനാമിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ദഅവ സമ്മേളനം നമ്മൾ നടത്താൻ തീരുമാനിച്ചവരെ അറിയിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളി ശനി ദിവസങ്ങളിലാണത്. വ്യാഴാഴ്ചയാണ് വെളിച്ചം സമ്മേളനം. വെള്ളിയാഴ്ച രാത്രി നമ്മുടെ മതപഠന രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്ന മതപഠനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന ഒരു സദസ്സാണ്. നമ്മുടെ മക്കളും കുട്ടികളും ഒക്കെ അതിലെത്തണം. വെള്ളിയാഴ്ച രാത്രി അണ്ടിക്കുന്ന് നമ്മുടെ ക്യാമ്പസിലാണ്. ശനിയാഴ്ച പകല് മുഴുവനും പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമിന്റെ പൂർണ്ണരൂപം ഇൻഷാ അല്ലാഹ് നിങ്ങളെ വരും ദിവസങ്ങളിൽ അറിയിക്കും. അതിലും പങ്കെടുക്കണം, മറക്കരുത്. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ഗുണം കിട്ടുന്ന സംഗതികളാണ്. കൂടെ സങ്കടകരമായ ഒരു സംഗതി കൂടി, നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ടായ ആ 4 കുട്ടികളുടെ ദാരുണമായ മരണത്തിൽ കലാശിച്ച സംഭവം
ഒരു കുടുംബം, ആ കുടുംബത്തിലുണ്ടാകുന്ന കുട്ടികളുടെ നഷ്ടങ്ങളൊക്കെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരിക എന്നുള്ളത് ചെറിയ സംഗതിയൊന്നുമല്ല. അതൊരു വലിയ അവസ്ഥയാണ്. 4 ആൾ മരിച്ചത് കേൾക്കുമ്പോൾ നമുക്കതിങ്ങനെ വിരലുകൊണ്ട് നീക്കിയിടാവുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ആ 4 കുടുംബങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു ആ മരണപ്പെട്ട കുട്ടികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുയുടെ പരലോകം സമാധാനപരമാക്കി കൊടുക്കട്ടെ. ഈ ദുന്യാവിൽ അവർക്ക് കിട്ടിയിരുന്ന സന്തോഷത്തെക്കാൾ സന്തോഷകരമായ പാരത്രിക ലോകം അള്ളാഹു ആ മക്കൾക്ക് നൽകുമാറാവട്ടെ. അവരുടെ വിയോഗത്തിൽ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹപാഠികൾ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ക്ഷമിക്കാനുള്ള, സമാധാനിക്കാനുള്ള കരുത്തും കഴിവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളൊക്കെ എല്ലാവരും ഇങ്ങനെ പുറത്ത് ജീവിക്കുന്നവരാ. അള്ളാഹു അപകടങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരന്ത വർത്തമാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. അള്ളാഹു والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات